അള്ളാഹുവിനെ പേടിക്കണേ. ബുദ്ധിയുള്ളവരെ, വിദ്യാഭ്യാസമുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. എങ്കിലേ നിങ്ങൾക്ക് വിജയം വരൂ. തിന്മ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു മോളെ നീ അതിന് നടക്കല്ലേ. എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു മോനെ നീ അതിന്റെ പിന്നാലെ നടക്കല്ലേ. വലൗ അജാസു അഹ്സനൂ, ജനങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നന്മ ചെയ്യും, ജനങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തിന്മ ചെയ്യും എന്ന് പറയല്ലിൻ. അങ്ങനെ ആവല്ലിൻ. നിങ്ങൾ എങ്ങനെ ആവണം? ജനങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് ചെയ്യൂല, ജനങ്ങൾ ചെയ്യുന്ന നന്മയാണെങ്കിൽ ഞങ്ങൾ അവരോടൊപ്പമുണ്ട്. അങ്ങനെയാണ് പറയേണ്ടത്. നമ്മുടെ വിഖായയുടെ പ്രവർത്തകന്മാർ, നമ്മുടെ വളണ്ടിയർമാർ, ചെറുപ്പക്കാർ, പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവര്. അല്ലാഹു അവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ചെയ്ത് നന്മയിലേക്ക് പടിപടിയായി കയറി ചെന്ന് ഈ സമൂഹത്തിന് ചുക്കാൻ പിടിക്കുന്നവരായി അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം അതാണ്. എല്ലാറ്റിലും മുൻപന്തിയിൽ, പഠനത്തിൽ, വിദ്യാഭ്യാസത്തിൽ, എന്തിലും ഇന്നല്ലാഹ ലയുഹിബ്ബു ഇദാ അമില അബ്ദുൻ ശൈഅൻ യുഹ്സിന. ഒരു കാര്യം ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യൽ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന. ഒരു ആശാരിനെ കൊണ്ടുവരാണെങ്കിൽ ആശാരിപ്പണി ശരിക്കും എടുക്കണം. ഒരു ബേക്കറിക്കാരനാണ്, അത് റൊട്ടി ഉണ്ടാക്കുന്ന ആളാ, അത് ബ്രെഡ് ശരിക്കും ഉണ്ടാക്കണം. ഇറച്ചി വെട്ടുന്ന ആളാ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങളൊക്കെ തിന്നുമ്പോ എല്ലൊക്കെ ചുണ്ടിലും നാവിലൊക്കെ കുത്തിക്കയറി അങ്ങനെ ഇറച്ചി വെട്ടുന്നു കറക്റ്റ് വെട്ടി കൊടുക്കണം. അങ്ങനെയാണ്. തേപ്പുകാരൻ ശരിക്ക് തേക്കണം. വാള് പറയുന്നവര് ശരിക്കും വാള് പറയണം. ക്ലാസ് എടുക്കുന്നവര് ശരിക്ക് ക്ലാസ് എടുക്കണം. അതൊന്നും ഉഴപ്പാൻ പറ്റൂല എന്നാ. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാ. എല്ലാറ്റിലും നന്മ, എല്ലാം വളരെ പെർഫെക്റ്റായി ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമാണ് കാര്യങ്ങൾ പെർഫെക്റ്റായി ചെയ്യുന്നവരെ. ഇത് നബിതങ്ങളുടെ വാക്കാണ്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ യുവാക്കൾ എല്ലാറ്റിലും മുമ്പിൽ വരണം. അഞ്ചാമത്തെ ഉപദേശം, അഞ്ചാമത്തേത് സുൽ റഹിമക, നിന്റെ ഉമ്മയോട് വാപ്പയോട് നല്ല നിലക്ക് പെരുമാറണം. എളാപ്പയോട്, മൂത്തമ്മയോട്, അമ്മായിയോട്, അമ്മാവനോട്, നിന്റെ രക്തബന്ധമുള്ള ആളുകളോട്, വല്ലിപ്പ വല്ലിമ്മയോട്, എല്ലാവരോടും, സഹോദര സഹോദരിയോട് നല്ല നിലക്കുള്ള ബന്ധം. സുൽ റഹിമക, ഏറ്റവും നല്ല കുടുംബ ബന്ധം നീ എപ്പോഴും കൂട്ടിവെക്കണം. നിന്റെ കുടുംബ ബന്ധം നന്നാവണം. എന്തുകൊണ്ട്? നിന്റെ സ്വന്തം ഉമ്മാക്കും അപ്പാക്കും നിന്നിൽ നിന്ന് നന്മ ലഭിക്കുന്നില്ല എങ്കിൽ ഒരു യുവാവും യുവതിയുമായി നീയിൽ നിന്ന് എങ്ങനെയാണ് ഒരു സമൂഹത്തിന് നന്മ ലഭിക്കുക? നിന്റെ സ്വന്തം വാപ്പാക്ക് നീ നന്മ ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാ നിന്നോട് നാട്ടുകാർക്ക് നന്മ ചെയ്യാൻ പറയാ? നാട്ടുകാർക്ക് നന്മ ചെയ്ത് മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് മോനെ, ആദ്യം നീ നോക്കേണ്ടത് നിന്റെ ഉമ്മയുടെ വാപ്പയുടെ കണ്ണുനീര് കാണിക്കല്ലേ, അവരെ സങ്കടപ്പെടുത്തല്ലേ. അവരുമായുള്ള ബന്ധം നീ രൂഢമൂലമാക്ക്. അവരുടെ മനസ്സ് സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നിന്നെ കണ്ട് സന്തോഷിക്കും. അവരെ വേദനിപ്പിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ കണ്ട് അള്ളാഹുവിന്റെ വെറുപ്പ് വരും നിങ്ങളോട്. അതുകൊണ്ട് നമ്മുടെ യാത്രയിൽ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ മാതാപിതാക്കൾ, രക്തബന്ധമുള്ളവരോടുള്ള ബന്ധം, അവരോടുള്ള കടപ്പാടുകൾ എപ്പോഴും നല്ല നിലക്ക് സ്നേഹത്തോടെ കൊണ്ട് നടക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചാടിപ്പോക്കൊക്കെ വരുമ്പോഴേ സ്വന്തം ഉമ്മയും വാപ്പയാണ് ഈ കഷ്ടപ്പെടുക, അവരാണ് ഈ സങ്കടപ്പെടുക. പിന്നെ മക്കളെ നിങ്ങൾ അതൊന്നും ചെയ്യലില്ല, അതിലൊന്നും വലിയ രസമല്ല. അതൊക്കെ ചാടിപ്പോയി 6 മാസം കഴിയുമ്പോൾ ബോറടിക്കും. നിങ്ങൾ അതൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ തന്നെ 6 മാസം കഴിഞ്ഞാല് ചാമ്പൊട്ടിക്കാത്ത കത്തുമാര് പേരേക്കിനെ തിരിച്ചു വരും. അങ്ങനെ ഉണ്ടാവുക അല്ലേ? എന്തേ കിട്ടിയത്? ആകെ മാനക്കേട്. അവിടെ അനിയത്തി പുരയിലുണ്ട്, അവള് ചാടിപ്പോയതല്ല, ആ പെരയിൽ നമുക്ക് കല്യാണം വേണ്ട. ആങ്ങൾക്ക് കല്യാണം ആയിട്ട് പെണ്ണിങ്ങനെ ഏതോ ഒരാളെ കൂടെ പോയ പെണ്ണാണോലോ, ആ വീട്ടിൽ നിന്ന് എനിക്കും വേണ്ട. എന്തായി മോളെ, എന്ത് കിട്ടിയ അവസാനം നിനക്ക്? ഒരു ഗർഭധാരണം കിട്ടിക്കാണും ചിലപ്പോ. എങ്ങനെ? ഒരു ഹറാമിൽ നിന്ന്. എന്നിട്ടോ നീ ഒരു ഉമ്മയാവും, നിന്നെ ചാടിച്ചു കൊണ്ടുപോയ ഒരു വാപ്പയാവും. നിങ്ങളുടെ ഈ മക്കൾക്കും ഒരു 18-20 വയസ്സൊക്കെ അവർക്കുമാകുമ്പോ നിങ്ങളോട് ഇതേ പെരുമാറ്റം അവർ ചെയ്യുമ്പോൾ അറിയും, അന്ന് ഞാൻ എൻ്റെ ഉമ്മയെ, എൻ്റെ വാപ്പയെ കോടതി വരാന്തയിൽ കിടത്തി കണ്ണുനീര് കുടിപ്പിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ചിന്തിക്കുക, അവരെ സങ്കടപ്പെടുത്തിയിട്ടൊന്നും ഒരു സന്തോഷവും ലോകത്ത് അല്ലാഹു തരില്ല എന്ന് മനസ്സിലാക്കണം. 6-ാമത്തേത് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ കൂട്ടുകാർ, പെൺകുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാരികൾ നല്ലവരാകണം. ചെറുപ്പക്കാരോട് നിങ്ങളുടെ സുഹൃത്തുക്കൾ നല്ലവരാകണം. ഇനി മോശപ്പെട്ട കൂട്ടുകാരനെന്ന് വിചാരിക്കുക, അവനാണ് ഇവരെ കൊണ്ടുപോയി കള്ളുടിപ്പിച്ചത്, മാഹിക്കും അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് ഉദാഹരണം പറയാം. അപ്പോ അവൻ നന്നാവുമെങ്കിൽ അവനെ കൂടെ കൂട്ടിക്കോ. അവൻ നന്നാവില്ല, നീ അങ്ങോട്ട് കേടുവരാൻ പോവാണ്, എന്നാ പിന്നെ ഒഴിവാക്കിക്കോ, ഗുഡ് ബൈ. ഇല്ല മോനെ, ഞാൻ ആള് മാറിയിട്ടുണ്ട് എന്ന് പറ. പെൺകുട്ടികള് കൂട്ടുകാരികളോട് പറയും, നല്ലവരാണെങ്കിൽ അവരോടൊപ്പം നിൽക്കിൻ, മോശപ്പെട്ടവരാണെങ്കിൽ നന്നാക്കിയെടുക്കിൻ, നന്നാവില്ലെങ്കിൽ അവരോട് ഒഴിവാക്കണം, അവരോട് ഗുഡ് ബൈ.
അള്ളാഹുവിന് വേണ്ടി ഗുഡ് ബൈ. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടണം, അള്ളാഹുവിന്റെ പേരിൽ തിന്മ ചെയ്യുന്നവരെ നമ്മൾ വെറുക്കുകയും വേണം. അത് ഈമാനിന്റെ ഭാഗമാണ്. നബി തങ്ങൾ പറയുമായിരുന്നു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം കൂട്ടുകാരന്റെ മതമനുസരിച്ചാണ്. സുഹൃത്ത് നല്ലവനാണോ നിങ്ങൾ നല്ലവൻ, സുഹൃത്ത് മോശമാണോ നിങ്ങൾ മോശം. അങ്ങനെയാണ് അള്ളാഹു നിങ്ങളെപ്പറ്റി എഴുതുന്നത്. അതുകൊണ്ട് ചോദിക്ക റബ്ബിനോട്, അള്ളാഹുവേ നല്ല കൂട്ടുകെട്ട് നൽകണേ തമ്പുരാനെ. നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹുവേ നല്ല സൗഹൃദബന്ധങ്ങൾ നൽകണേ തമ്പുരാനെ. ഒക്കെ അങ്ങനെയല്ലേ നമ്മുടെ നല്ല മക്കൾ സ്കൂളിൽ പോയിട്ടേ ഒരു ചീത്ത വാക്കും കേൾക്കാത്ത മക്കളൊക്കെ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്തോ ഒരു ഡയലോഗ് പഠിച്ചു വരുന്നുണ്ട്. ഏതോ വീട്ടിൽ ഉമ്മയും വാപ്പയും ജ്യേഷ്ഠനും അനുജനും പറയുന്നത് കുട്ടി കേട്ട് പഠിച്ചായിരിക്കും. റഹ്മാനായ റബ്ബേ, എന്റെ കുഞ്ഞിതൊന്നും പറയാത്ത കുഞ്ഞ് ആ സ്കൂളിൽ പോയപ്പോഴാണ് ഇതൊക്കെ പറയാൻ തുടങ്ങിയത്. ഇപ്പൊ ഗൾഫുകാരുടെ മക്കളൊക്കെ അങ്ങനെ ഒരു അനുഭവം പറയും. നാട്ടിൽ വന്നുപോയാൽ അതുവരെ ചെയ്ത നന്മയൊക്കെ ബാത്തിലെ കുട്ടികൾ പിന്നെ സിനിമ പാട്ട് പാടാൻ തുടങ്ങുന്നു, പല വർത്തമാനം പറയാൻ തുടങ്ങുന്നു, പറയാൻ പാടില്ലാത്ത വാക്ക് ഒരു മാസം കൊണ്ട് പഠിച്ചു വരുന്നു. എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൂട്ടുകെട്ടുകൾ മോശമായാൽ അള്ളാഹിനോട് തന്നെ ചോദിക്കുക, നമ്മുടെ മക്കൾ പോയി പഠിക്കുന്ന സ്കൂളിലെ നല്ല മക്കൾ പോയി പഠിക്കട്ടെ. നാട്ടുകാരുടെ മക്കൾ നന്നായാലേ നമ്മുടെ മക്കൾ നന്നാവുള്ളൂ. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക. അതൊക്കെ ഒരു തൗഫീഖാണ്. നമ്മൾ നല്ല ഫീസ് കൊടുത്ത് പഠിപ്പിച്ചു എന്ന് വിചാരിക്കുക, നമ്മുടെ കുട്ടിയുടെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരെ മോശപ്പെട്ടവനാ, അവൻ പഠിപ്പിച്ചേക്കും. നമ്മൾ ഒരുപാട് ചെലവഴിച്ചു, നല്ല സ്കൂള്, നല്ല ഫീസ്, നല്ല ബസ് സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തു, പക്ഷെ കൂട്ടുകാർ മോശമായി പോയി. നമുക്കൊന്നും ഒരു രക്ഷിതാവിനൊന്നും ചെയ്യാൻ പറ്റില്ല. ടീച്ചറെ കുറ്റം പറയാൻ പറ്റുമോ? സ്കൂളിനെ കുറ്റം പറയാൻ പറ്റുമോ? ഇതൊക്കെ പല വീട്ടിൽ നിന്നും വരുന്ന മക്കളല്ലേ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ നന്നാക്കണം. അപ്പോഴാണ് നന്മ പ്രചരിക്കുള്ളൂ, അപ്പോഴാണ് നന്മക്ക് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല കൂട്ടുകെട്ട് നൽകട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഏഴാമത്തെ വിഷയം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നമ്മെ പഠിപ്പിച്ചതാണ്. നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് ബോധമുണ്ടായിരിക്കണം, കണ്ണു തുറക്കണം. ലോകത്ത് മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, ലോകരാജ്യങ്ങളിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ചേഞ്ചുകൾ അറിയണം, ലോക മുസ്ലിമീങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ അറിയണം. നമ്മൾ റൊമാൻസിൽ മാത്രം ജീവിക്കുന്ന ഒരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന മക്കളായി പോവരുത്. സ്വപ്നലോകത്ത് യാഥാർത്ഥ്യം അറിയണം. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ അതാ ചിന്തിക്കേണ്ടത്. ഒരു സർവേ നടന്നു മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ എത്രയും നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ചുട്ടുപൊള്ളുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അവരിൽ കുറെ ആളുകൾ പറഞ്ഞതൊക്കെ അതൊരു അറബ് മുസ്ലിം രാജ്യത്തായതുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റണില്ല, ഈ മഹർ കുറെ ചോദിച്ചിട്ടേ കൊടുക്കാൻ പറ്റണില്ല, അതുകൊണ്ട് കല്യാണം വൈകി പോവാണ്, പെണ്ണ് കെട്ടുമ്പോഴേക്കും 30, 40, 50 വയസ്സാവുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. ഒന്ന്, ചിലരുടെ വിഷയം അൺഎംപ്ലോയ്മെന്റ് ആണ്, പണിയില്ല, ജോലിയില്ല, വിദ്യാഭ്യാസമില്ല. ചിലരുടെ വിഷയം സൗഹൃദ ബന്ധങ്ങളാണ്. അവരുടെ ഉദ്ദേശിച്ച ആളുകളുമായി അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാൻ പറ്റുന്നില്ല, കാമുകന്മാരാവാൻ പറ്റുന്നില്ല. ചിലരത് അങ്ങനെയാണ്. ചിലരുടേത് മറ്റെന്തൊക്കെയോ അവരുടെ പഠനമാണ് ചിലരുടെ വിഷയം, മറ്റു പലതുമാണ്. പക്ഷേ ഒരു മുസ്ലിം ചെറുപ്പക്കാരെന്ന നിലയിൽ റബ്ബേ ഖുദ്സ് നമ്മുടെ ആദ്യത്തെ ഖിബലയാണ്, അത് ശത്രുവിന്റെ കയ്യിലാണ്. എന്തെങ്കിലും എനിക്കതിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ലോക മുസ്ലിമീങ്ങൾ പ്രശ്നവും പ്രതിസന്ധിയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? എന്റെ കൂടെയുള്ള സമൂഹം ഇല്ലിറ്ററസി, സാക്ഷരതയില്ലായ്മയിൽ, ഇസ്ലാമികമായി ഈമാനികമായി സാക്ഷരതയാണ് ഞാൻ പറയുന്നത്. എനിക്കവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? എന്റെ ഒബ്ജക്റ്റീവ് ഏറ്റവും ഉന്നതമാണോ? അങ്ങനെ ഒരു വിഷയം ഓരോരുത്തരും പേഴ്സണലൈസ്, സ്വന്തം കാര്യങ്ങളല്ലാതെ, സെൽഫിഷ്നെസ് അല്ലാതെ ഒരു സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്ന ആളുകൾ എവിടെ? മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബിയാണ്. അന്നൊരിക്കൽ ചിരിക്കാതെ കണ്ടപ്പോ ചോദിച്ചു, എന്തേ നിങ്ങൾ ചിരിക്കാത്തത്? ഞാൻ എങ്ങനെ ചിരിക്കും? നമ്മുടെ പരിശുദ്ധമായ ഖുദ്സ്, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ശത്രുവിന്റെ കയ്യിലായിരിക്കും, എനിക്ക് ചിരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് ടേക്ക് ടൈം ടു ബി അവെയർ, ഇറ്റ്സ് ദ വേ ടു ഹെൽപ്പ് അതേഴ്സ്. നമ്മുടെ സമയം ചെലവഴിക്കുന്നത് സംബന്ധിച്ചൊരു കവി പറഞ്ഞൊരു വാക്കുകളുണ്ട്, വളരെ മനോഹരമാണ്. ടേക്ക് ടൈം ടു ബി അവെയർ. നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ചുള്ള അവയർനെസ് നമുക്ക് വേണം. ഇറ്റ്സ് ദ വേ ടു ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് അങ്ങനെ കഴിയുള്ളൂ. ടേക്ക് ടൈം ടു ബി ക്വയറ്റ്, ഇറ്റ്സ് ദ വേ ടു സീക്ക് യുവർ ലോർഡ്. കുറച്ചു നേരം മിണ്ടാതിരിക്കണം, എപ്പോഴും പറ എന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കല്ല, കുറച്ചു നേരം സൈലന്റ് ആയിരിക്കണം എന്നാ മനുഷ്യൻ. അപ്പോഴാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വരും. കുറച്ചു നേരം മൊബൈലും നിങ്ങളുടെ വൈഫൈ ഒക്കെ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ചിരിക്കുന്ന നേരം വേണം. നിസ്കാരത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ആലോചിച്ചാൽ മതി. ടേക്ക് ടൈം ടു ബി ക്വയറ്റ്, ടേക്ക് ടൈം ടു ലവ് ആൻഡ് ബി ലവ്ഡ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സാധിക്കണം. സ്നേഹിക്കാൻ എളുപ്പമാണ്, അങ്ങോട്ട് പ്രേമുണ്ട്. പക്ഷേ നല്ല സത്യവിശ്വാസികൾ ഇങ്ങോട്ട് സ്നേഹിക്കണം.